6 വർഷമാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നതിനായി ലിമാക്കി കറാഫി കൺസോർഷ്യത്തിന് അനുവദിച്ചിട്ടുള്ള സമയം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കൂടുതൽ യാത്രക്കാരെ സ്വീകരിക്കാനാകുമെന്ന് മന്ത്രി അലി അൽ ഉമൈർ പറഞ്ഞു. നിലവിൽ പ്രതിവർഷം 50 ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയ്ക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് എയർപോർട്ട് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. യാത്രാചരക്ക് നീക്കങ്ങൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും വൻ തടസ്സമാണ് ഇപ്പോഴുള്ളത്. കരാർ ഒപ്പിട്ടതോടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ വികസന പദ്ധതിയായി വിമാനത്താവള നിർമ്മാണം മാറുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫോസ്റ്റർ ആൻഡ് പാർട്ട്നേഴ്സാണ് പുതിയ ടെർമിനലിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. 4500 കാറുകൾ നിർത്തിയിടാൻ കഴിയുന്ന ബഹുനില പാർക്കിംഗ് സമുച്ചയം, ട്രാൻസിറ്റ് യാത്രക്കാർക്കായുള്ള ബജറ്റ് ഹോട്ടൽ, വിശാലമായ അറൈവൽ ഡിപ്പാർച്ചർ ഹാളുകൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടാകും. 51 പുതിയ എയർക്രാഫ്റ്റ് ഗേറ്റുകളാണ് നിർദ്ദിഷ്ട ടെർമിനലിൽ ഉണ്ടാകുക. ഇതിൽ 21 എണ്ണം എയർബസ് 380 ഇനത്തിൽപ്പെട്ട വലിയ വിമാനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. രാജ്യപുരോഗതിയിലെ പ്രധാന നാഴികക്കല്ലായാണ് വിമാനത്താവള നവീകരണത്തെ സർക്കാർ കണക്കാക്കുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.